ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലക്സംബർഗിലോട്ട് അൺസ്കിൽഡ് ജോബ് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഏജൻസിൻ്റെയും അതേപോലെ തന്നെ ഏജൻറ്റിൻ്റെയും ഹെൽപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ജോബ് കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ അതിന് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ജോബിന് കൊടുക്കേണ്ട രീതികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുറത്തോട്ട് ജോലിക്ക് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അൺസ്കിൽഡ് ജോബ് ലക്സംബർഗ് പോലുള്ള രാജ്യത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ A to Z ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് 10 വെയർ ഹൗസ് ജോബ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ വെയർ ഹൗസ് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ജോബിന് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട രീതികൾ, അതേപോലെ തന്നെ CV കവർ ലെറ്റർ പ്രിപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോബിന് കൊടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് എന്ത് ചെയ്യാം, ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഡെമോയും കൂടെ കാണിക്കുന്നുണ്ട്, എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇതിന് വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ജോബ് കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ലെറ്ററായിട്ട് സപ്പോർട്ട് വേണം, അതേപോലെ തന്നെ CV കവർ ലെറ്റർ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെയ്ഡ് കൺസൾട്ടേഷൻ നമ്മൾ തരുന്നതായിരിക്കും. അത് എസ്പെഷ്യലി ജോബ് കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക, അവർക്ക് അതിനുള്ള സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്കറിയാം യൂറോപ്പിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലക്സംബർഗ് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 3 ലാംഗ്വേജാണ് വരുന്നത്: ജർമ്മൻ, ഫ്രഞ്ച്, ലക്സംബർഗീസ്. ഈ 3 ലാംഗ്വേജാണ് ഉള്ളത്. അപ്പോൾ ജോബ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉള്ള ഓപ്ഷൻസ്. അല്ലാണ്ട് വേറെ വഴിയൊന്നും നമുക്കില്ല. എസ്പെഷ്യലി നമ്മൾ നല്ലൊരു എംപ്ലോയറെ കണ്ടെത്തിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ CV സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് വീഡിയോക്കകത്ത് പറയാനുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ജോലിക്ക് കൊടുക്കണം, അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെബ്സൈറ്റ്സ് ആണ് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വേക്കൻസീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കരിയർ പേജിൽ കയറുക, ദെൻ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേക്കൻസീസ് കാണാം. അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി ഗാർഡ്, അതേപോലെ തന്നെ ടെക്നീഷ്യൻസ്, സെക്യൂരിറ്റി ഓഫീസർ വേക്കൻസീസൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക, ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഡീറ്റെയിൽസ്, മെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. താഴത്തോട്ട് വരുമ്പോൾ ഏതാ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് കൊടുക്കുക. അവിടെ തന്നെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ വരുമ്പോൾ കാണാം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ. അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ തന്നെ നിങ്ങളുടെ CV നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിത് കെയറേഴ്സ് ആയിട്ടുള്ള ജോബ് നോക്കുന്ന ആളുകൾ, കെയർ ഗിവർ അങ്ങനത്തെ ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് താഴെ കൊടുത്തേക്കുന്ന മെയിൽ ID ഉണ്ട്. ആ മെയിൽ IDയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേയും കവർ ലെറ്ററും നിങ്ങൾ അയക്കുക. ഇപ്പോൾ എസ്പെഷ്യലി കെയർ ഗിവേഴ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഗ്ലോബലായ റിക്രൂട്ട്മെൻറ്റ് കമ്പനീസാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേക്കൻസീസ് മെയിൻ്റെനൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, കാഷ്യർ, അതേപോലെ തന്നെ മൾട്ടി സ്കിൽഡ് ഏജൻറ്റ്, ഇങ്ങനെയുള്ള വേക്കൻസീസൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ഓരോ ജോബ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കാഷ്യറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അടുത്ത റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും വായിച്ച് നോക്കുക. ഏത് റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് അവർ നോക്കുന്ന കാര്യങ്ങൾ, അതിനെ പക്ക വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ, ഈവൻ അതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നമ്മൾ തരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക, ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാം, മെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ, അതിനകത്ത് സെൻഡ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ സെൻഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് നമ്മൾ വരുമ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻസ് വേക്കൻസീസ് കാണാം, HR മാനേജർ വേക്കൻസീസ് കാണാം. എസ്പെഷ്യലി അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. എസ്പെഷ്യലി വേറൊരു കാര്യം കൂടെ നോക്കുക, ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്. അത് എസ്പെഷ്യലി നമ്മൾ ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം. ജർമ്മൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ജർമ്മൻ എസ്പെഷ്യലി വേണ്ടാത്ത ജോബ് നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ CV കവർ ലെറ്റർ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാം. പിന്നെ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ടോപ്പ് 10 വെയർ ഹൗസസ് ആണ് അവിടുത്തെ. അപ്പോൾ ഈ വെയർ ഹൗസ് നിങ്ങൾ എന്താണ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വെയർ ഹൗസും ജോബ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം.